ദൈവനാമം മഹത്വപ്പെടട്ടെ. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ജീവപുസ്തകം അഥവാ ബുക്ക് ഓഫ് ലൈഫ് എന്ന ആശയത്തിൻ്റെ ആഴവും പരപ്പും വെളിപ്പെടുകയും അത് ദൈവത്തിൻ്റെ പരിപാലനം, നീതിന്യായം, തെരഞ്ഞെടുപ്പ് എന്നിവയിലൂടെയാണ് നിവൃത്തിയായതെന്ന് മനസ്സിലാകുകയും ചെയ്യും. ഇത്തരം തിരുവെഴുത്തുകളെ 3 വിഭാഗങ്ങളായി തിരിച്ച് പരിചയപ്പെടാം. അവയിൽ ഒന്നാമത്തേത് ദൈവം തൻ്റെ സൃഷ്ടിയെ അറിയുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയായ അവിടുത്തെ ആത്മാവ് വസിക്കുന്ന ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ജീവനുള്ള സകല മനുഷ്യരെയും അവരുടെ ജനനത്തിനു മുമ്പേ ദൈവം അറിയുന്നുവെന്നും ഓരോ വ്യക്തിയുടെയും ജീവിതം അവിടുത്തെ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണെന്നും സങ്കീർത്തനം 139 13 മുതൽ 16 വരെയുള്ള തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തുന്നു. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്നത് സൃഷ്ടിതാവായ ദൈവത്തോടൊപ്പം വസിക്കുവാൻ നിത്യജീവിതത്തിലേക്ക് എത്തേണ്ട ദൈവസൃഷ്ടിയായ മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് ബുക്ക് ഓഫ് ലൈഫിലൂടെ വെളിപ്പെടുത്തുന്നത്. മലാഖി 3:16 യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും അവിടുത്തേക്ക് മനുഷ്യജീവിതത്തിലുള്ള സജീവമായ ഇടപെടലിനെയുമാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി, ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്നത് സഭയുമായുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അതിൽ നിന്നും നീക്കം ചെയ്യപ്പെടുക എന്നത് ആ ഐക്യത്തിൽ നിന്നുള്ള പുറത്താക്കലാണ്. പുറപ്പാട് പുസ്തകം 32 അധ്യായം 31 മുതൽ 33 വരെയുള്ള തിരുവെഴുത്തുകളിൽ മോശ പാപം ചെയ്ത ജനത്തിനു വേണ്ടി മാപ്പ് ചോദിക്കുന്നതും പാപം ചെയ്തവരെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയുമെന്ന് ദൈവം അരുളി ചെയ്തതും ഇതിൻ്റെ ഗൗരവം കാണിക്കുന്നു. ഇത് നിത്യജീവനുമായുള്ള ബന്ധം തകർക്കുന്ന പാപത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും. സങ്കീർത്തന പുസ്തകം 69:28 ജീവപുസ്തകത്തിൽ നിന്ന് അവർ മായ്ച്ചു പോകട്ടെ എന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമായി തിന്മയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷയെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ യെഹെസ്കേൽ പ്രവചനം 13:9 ഇസ്രായേൽ ജനത്തിൻ്റെ സമൂഹത്തിൽ അഥവാ സംഘത്തിൽ കള്ളപ്രവാചകന്മാരുടെ പേരുണ്ടാകില്ല എന്ന് പറയുന്നതും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉടമ്പടിയിലെ പങ്കാളിത്തം അഥവാ സഭയുമായുള്ള ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിലെ പ്രത്യാശാ വചനങ്ങൾ ക്രിസ്തുവിലുള്ള രക്ഷയിലേക്കുള്ള ചൂണ്ടുപലക എന്ന ഭാഗത്ത് 2 പ്രധാന പ്രവാചകന്മാരുടെ ശ്രേഷ്ഠമായ തിരുവെഴുത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് ദാനിയേലിൻ്റെ പുസ്തകം 12:1 അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കുമെന്നത് ക്ലേശ സമയത്ത് പുസ്തകത്തിൽ എഴുതപ്പെട്ടവർ രക്ഷിക്കപ്പെടുമെന്ന വാഗ്ദാനം ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യജീവൻ്റെ പ്രതീകമാണെന്ന് ദാനിയേൽ വെളിപ്പെടുത്തുന്നു. യെശയ്യാ പ്രവചനം 4:4 കൂടി വിശുദ്ധീകരണത്തെയും ശുദ്ധീകരണത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേർ എഴുതിയിരിക്കുന്ന എന്ന പരാമർശം സഭയിൽ മാമോദീസായിലൂടെയും കുമ്പസാരത്തിലൂടെയും നാം പ്രാപിക്കുന്ന ശുദ്ധീകരണത്തിലൂടെയാണ് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ നിലനിൽക്കുന്നതെന്ന് പുതിയ നിയമവിശ്വാസിയെയും ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ തുടക്കം, ഉടമ്പടിയിലെ പങ്കാളിത്തം, ജീവിതത്തിൻ്റെ സാക്ഷ്യം, നിത്യജീവൻ്റെ ഉറപ്പ് എന്നിങ്ങനെ 4 കാര്യങ്ങൾ മേൽപ്പറഞ്ഞ വേദഭാഗങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിൻ്റെ പരിപാലനം, നീതിന്യായം, തെരഞ്ഞെടുപ്പ് എന്നിവ പഴയ നിയമ ജനതയ്ക്ക് ലഭ്യമായതുപോലെ നമുക്ക് ലഭിച്ച പുതിയ നിയമ ശ്രേഷ്ഠത ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാനും മായ്ക്കപ്പെടാതെ സൂക്ഷിക്കുന്നതിലും കൂടുതൽ പ്രത്യാശയും ഉറപ്പും നൽകുന്നതാണ്.
ബട്ട് ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻഡഡ്. ലാഘവത്വത്തോടെ കൈകാര്യം ചെയ്ത് ജീവപുസ്തകത്തിലെ പേരെന്ന ബഹുമതിയും അതിലൂടെ ലഭിക്കുന്ന മഹത്വവും നഷ്ടമാക്കരുതെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.